മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്കെന്ന് സൂചന. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJP നേതൃത്വത്തിനായിട്ടില്ല. MLA-മാരുമായി നടത്തിയ ചർച്ചകൾ സമവായത്തിലെത്തിയില്ല. രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുക്കി വിഭാഗം. PR സുനിൽ ചേരുന്നു ഡൽഹിയിൽ നിന്നും മണിപ്പൂർ വിശേഷങ്ങളുമായി. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ, മണിപ്പൂരിൽ കാര്യങ്ങൾ അങ്ങോട്ട് മെനയാകുന്നില്ല. സംബീർ പാത്ര MLA-മാരെയൊക്കെ കണ്ടു. പല MLA-മാരുമായിട്ടും അടച്ചിട്ട മുറികളിൽ ചർച്ച നടത്തി. പക്ഷേ ചർച്ചകളൊന്നും അങ്ങോട്ട് ഫലവത്തായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. സംബീർ പാത്ര കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത്ര എളുപ്പം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ്. അധിക നാൾ ഈ ബിരേൻ സിംഗിനെ കാവൽ മുഖ്യമന്ത്രിയായി കൊണ്ടുപോകാനും കഴിയില്ല. അപ്പോൾ രാഷ്ട്രപതി ഭരണം വരുന്നുവെന്ന സൂചനയാണോ ഡൽഹിയിൽ? PR സുനിൽ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള BJP നേതാവാണ് സംബീത് പാത്ര. കഴിഞ്ഞ എത്രയോ ദിവസമായി സംബീത് പാത്ര മണിപ്പൂരിൽ തങ്ങി BJP നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. ബിരേൻ സിംഗിനെ എതിർക്കുന്ന BJP MLA-മാരുമായും പ്രത്യേകം ചർച്ചകൾ നടത്തി. പക്ഷേ ഒരു സമവായത്തിലേക്ക് ഇതുവരെ മണിപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു രാഷ്ട്രപതി ഭരണം എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. ഏതായാലും ഇന്നുകൂടി ചർച്ചകൾ തുടരുന്നുണ്ട്. ഒരു മാരത്തൺ ചർച്ചകൾ തന്നെയാണ് മണിപ്പൂരിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എതിർക്കുന്ന MLA-മാരുമായി, അനുകൂലിക്കുന്ന MLA-മാരുമായി, മറ്റ് BJP-യുടെ മുതിർന്ന നേതാക്കളുമായി ഒക്കെ തന്നെ പ്രത്യേകം ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസമായി മണിപ്പൂരിൽ തുടരുന്നത്. ഏതായാലും ആ ചർച്ചകളിൽ ഈ ഒരു സ്ഥിതി തുടരുകയാണെങ്കിൽ തീർച്ചയായും നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. ഏതായാലും അവസാന സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിരവധി പേരുകൾ പരിഗണിച്ചുവെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പക്ഷേ പല നേതാക്കളും അത് അംഗീകരിക്കുന്നില്ല. കുക്കി വിഭാഗം ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഭരണം തന്നെ വേണം. ബിരേൻ സിംഗിനെ പോലെ മറ്റൊരാളെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന നിലപാടാണ് കുക്കി വിഭാഗം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കുക്കി വിഭാഗം ശക്തമായ എതിർപ്പ് തുടരുന്നൊരു സാഹചര്യത്തിൽ, മേത്തി വിഭാഗത്തിനകത്ത് ഒരു ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ തുടരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായും രാഷ്ട്രപതി ഭരണത്തിന്റെ ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ നാളെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. കുക്കികളുടെ ആവശ്യം എന്താണ്? അത് മെയ്തേയ് വിഭാഗം അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ? അരുൺ, എന്തായാലും മെയ്തി വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള ശക്തമായ ചേരിതിരിവ് ഇപ്പോഴും തുടരുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാവുന്ന സ്ഥിതി ഇപ്പോഴും മണിപ്പൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുക്കി വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഭരണം എന്നൊരാവശ്യമാണ്. അതേസമയം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ BJP-ക്കുള്ളിൽ തന്നെ 2 അഭിപ്രായവും നിലനിൽക്കുകയാണ്. ബിരേൻ സിംഗിനെതിരെ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചവരാണ് മണിപ്പൂരിലെ വലിയൊരു വിഭാഗം BJP MLA-മാർ. അതാണ് BJP-യിലെ അവിടുത്തെ ഒരു സാഹചര്യം. അവിടെ BJP തന്നെ ഒരു പിളരുന്നൊരു സാഹചര്യത്തിൽ MLA-മാർക്ക് തന്നെ പിളരുന്നൊരു സാഹചര്യമാണ് BJP നേരിടുന്നത്. അപ്പോൾ ആദ്യം അവിടുത്തെ പാർട്ടിയെ ശക്തമായി നിലനിർത്തുക, MLA-മാർക്കിടയിൽ ഒരു ശക്തമായ യോജിപ്പുണ്ടാക്കുക എന്നതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഏതായാലും അത് ഇതുവരെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ തന്നെ BJP ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഇനിയൊരു മുഖ്യമന്ത്രിയെ അവിടെ ആരെങ്കിലും തീരുമാനിച്ചാൽ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അപ്പോഴെന്ത് വേണം എന്നതാണ് ഏതായാലും BJP നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും സംബീത് പാത്ര BJP നേതൃത്വത്തിന് അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും BJP എന്ത് വേണം എന്നുള്ളൊരു തീരുമാനമെടുക്കുക. ഗവർണർ മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അക്കാര്യം പരിശോധിക്കും. ഏതായാലും ഇപ്പോൾ വരുന്ന ഒരു സൂചന അനുസരിച്ച് രാഷ്ട്രപതി ഭരണത്തിലേക്ക് സംസ്ഥാനം തൽക്കാലം പോകാനുള്ള സാധ്യത തന്നെയാണ്. 2027 ഇനി മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് BJP-യോട് വിജയിച്ചതെങ്കിൽ പോലും അവിടെ BJP-ക്ക് ഇനി മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഈ മണിപ്പൂർ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരു സർക്കാരുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി BJP തന്നെ നേരിടുകയാണ്. ഓക്കെ, താങ്ക് യു PR സുനിൽ. PR സുനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എന്ന സൂചന വരുന്നു. അവിടെ ഒരു സാങ്കേതികമായ പ്രശ്നം കൂടിയുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 24 മറ്റോ ആണെന്ന് തോന്നുന്നു നിയമസഭയുടെ അവസാനത്തെ യോഗം ചേർന്നത്. അപ്പോൾ നിയമസഭയുടെ ലാസ്റ്റ് സിറ്റിംഗ് ഡേയും നിയമസഭയുടെ പുതിയ അല്ലെങ്കിൽ നിയമസഭ ഇനി സമ്മേളിക്കാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ ദിവസവും തമ്മിലുള്ള വ്യത്യാസം 6 മാസത്തിൽ കൂടാൻ പാടില്ല. അതായത് 2 നിയമസഭാ സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി 6 മാസത്തിൽ അധികരിക്കരുത് എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174 പറയുന്നത്. പക്ഷേ അങ്ങനെ അധികരിച്ചാൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകണം എന്ന അത് പറയുന്നില്ല. പക്ഷേ അധികരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 6 മാസം ആയും
ഈ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസത്തിലാണ് നിയമസഭ അവസാനമായി ചേർന്നത്. അങ്ങനെ വന്നാൽ സാങ്കേതികമായി നിയമസഭയ്ക്ക് സമ്മേളിക്കേണ്ടി വരും. അങ്ങനെ സമ്മേളിക്കുന്നില്ലെങ്കിൽ, അതായത് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണമല്ലാതെ മറ്റു പോംവഴിയില്ല എന്നതാണ് ഭരണഘടനാപരമായി ഇപ്പോൾ മണിപ്പൂരിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി. ആ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മറികടക്കേണ്ടത്. 6 മാസത്തിലധികം നിയമസഭ കൂടാതിരിക്കാൻ കഴിയില്ല. ഓഗസ്റ്റിൽ കൂടി ഇനിയിപ്പോൾ 6 മാസം ആകാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രപതി ഭരണത്തിലേക്കെന്നാണ് സൂചന. കുക്കികൾ പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രപതി ഭരണം വേണമെന്നാണ്. മെയ്തേ വിഭാഗം അതിനോട് യോജിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എങ്കിലും രാഷ്ട്രപതി ഭരണം വരികയും അവിടെ മിലിറ്ററിയുടെ ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും അത് ആവശ്യമാണ്. പക്ഷേ പ്രതിപക്ഷം അതിനെ അംഗീകരിക്കുന്നില്ല. സർക്കാർ ജനാധിപത്യ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ തീരുമാനമുണ്ടാവുക.